السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ വേദിയിലെ ആശംസാ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട അനുഗ്രഹീത പണ്ഡിതൻ ബഹുമാനപ്പെട്ട KC മുഹമ്മദ് ബാക്കവി അവർകളെ, നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട കാടേരി മുഹമ്മദ് മുസ്ലിയാർ, അലി മുസ്ലിയാർ തുടങ്ങി സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ, നേതാക്കൾ, പണ്ഡിതന്മാർ, വേദിയിലും സദസ്സിനുമുള്ള കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് നൂറ്റാണ്ട് പിന്നിട്ട ദാറുൽ ഇസ്ലാമിന്റെ മഹത്തായ വാർഷികം സാഘോഷം കൊണ്ടാടാൻ നമുക്ക് അവസരമുണ്ടായി. അൽഹംദുലില്ലാ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത്തരമൊരു നല്ല മജ്ലിസിന്റെ ഏറ്റവും വലിയ പ്രസക്തി, അതിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത് ഇന്ന് കുറ്റിയറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ശർഈ ഉലൂമിന്റെ പ്രാധാന്യത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. മതപരമായ വിജ്ഞാനത്തിന്റെ പ്രത്യേകത ജനങ്ങളെ തെര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള മഹിതമായ സംഗമങ്ങൾ, മദ്രസയുടെ വാർഷികം എന്ന രീതിയിൽ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിദീർഘമായ പ്രഭാഷണം നിർവഹിക്കുന്നില്ല. കാരണം അത്യാവശ്യം പ്രഭാഷണങ്ങളൊക്കെ കേട്ട് മനോഹരമായ ഒരു മജ്ലിസിൽ പിരിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ. ഞാനാണെങ്കിൽ മറ്റൊരു പരിപാടിയിൽ സംബന്ധിച്ച് ഇതിലൊന്ന് പങ്കെടുക്കാമെന്നതിന്റെ സംഘാടകരിൽ മറ്റൊന്നേറ്റതിന്റെ ശേഷം വിളിച്ചു പറഞ്ഞപ്പോ ഒരു സഹകരണം മാത്രം വാഗ്ദാനം ചെയ്തു. അത് നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞതിൽ രക്ഷിതാവരെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. പടച്ചറപ്പ് നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് നമ്മുടെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ഇന്നേ വരെ നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി സേവനം ചെയ്തവരും പ്രവർത്തിച്ചവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരും സംഭാവന കൊടുത്തവരുമായ മുഴുവൻ പേരെയും പടച്ചറപ്പ് രണ്ടു വീട്ടിലും അനുഗ്രഹിക്കുമാറാവട്ടെ. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു പ്രവണതയാണ് മദ്രസാ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇതിന് അസ്ഥിവാരമിട്ട മഹത്തുക്കളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. വളരെ കുറച്ച് കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ആമുഖമില്ലാതെ പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ മറ്റിതര മേഖലയിലെ മുസ്ലിം സമൂഹത്തെ നിങ്ങളൊന്ന് നോക്കുകയും കാണുകയും വിലയിരുത്തുകയും വേണം. 2.5 കോടിയോളം മുസ്ലിങ്ങളുണ്ടല്ലോ ഉത്തർപ്രദേശിൽ. എന്തേ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥാവിശേഷത്തിലേക്ക് അവരെത്തിപ്പെട്ടില്ല? എന്തേ പശ്ചിമബംഗാളിലെ മുസ്ലിമീങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളോളം ഔന്നത്യം പ്രാപിച്ചവരായില്ല? പടച്ചറബിന്റെ അനുഗ്രഹത്താൽ ഇന്ത്യയിൽ എവിടെയുള്ള മുസ്ലിമിനും മാതൃക കാണിക്കത്തക്ക വിധത്തിലുള്ള മനോഹരമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. എന്തേ ഈ കൂട്ടായ്മയുടെയും ഈ ഭിന്നിപ്പില്ലാതെ ഒരുമിച്ച് പോകുന്നതിന്റെയും ചാലകശക്തി? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് നമ്മളതിന് കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയോട്
ആ പണ്ഡിത സഭയുടെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. നിഷ്കാമകർമ്മികളായി പരലോകബോധത്തോടുകൂടി മാത്രം ഈ സമൂഹത്തെ ദീനിയായി വഴി നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ആലിമ്യങ്ങൾ ഈ പ്രവണതക്ക് തുടക്കം കുറിച്ചത്. നമ്മുടെ നാട്ടിലെ പള്ളിദർശന്റെ ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. മഹദൂമി പാരമ്പര്യം അനുസരിച്ചുള്ള പള്ളിദർശ ഇവിടെ നിലനിർത്താൻ സമത്വയാണ് മുന്നോട്ട് വന്നത്. ആ സമത്വ കേരള ജമിയത്തുലമ മതപരമായി നമ്മുടെ സമൂഹത്തെ ഉയർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചത്. നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. കേരളത്തിൽ മദ്രസ പ്രസ്ഥാനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ സമത്വ കേരള ജമിയത്തുലമയുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ബാഫകിത്തങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ട് സമൂഹത്തോട് ഇത്തരം മദ്രസകൾ കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി ഉത്ബോധനങ്ങൾ നടത്തി. ആലിമീങ്ങളെ ഉത്ബോധനം കേട്ടുകൊണ്ട് കോഴിമുട്ടകൾ ധർമ്മം കൊടുത്തുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന സ്വർണം വലിച്ച് സംഭാവന കൊടുത്തുകൊണ്ടും നമ്മുടെ മദ്രസകളും അതുപോലെ തന്നെ പള്ളികളും കെട്ടിപ്പൊക്കി. അൽഹംദുലില്ലാഹ്, ഇന്ന് കാണുന്ന തരത്തിൽ ഈ മദ്രസ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് ഇന്ന് കേരളത്തിൽ 9400 പരം മദ്രസകളും 1,00,000 മുഅല്ലിമീങ്ങളും 12 ലക്ഷം പഠിതാക്കളും. ഒരു കേവലം ചെറിയ സംവിധാനമല്ലത്. ഈ സംവിധാനത്തെ ഒരു ചടലിൽ കോർത്ത മുത്തമണിയെ പോലെ കൊണ്ടു നടക്കുന്ന സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സേവനം ചെറുതല്ല. പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ പറയാറുണ്ട്, മദ്രസ പ്രസ്ഥാനത്തിന് സമത്വ കേരള ജമിയത്തുലമയ്ക്ക് എന്താണ് വലിയ സ്വാധീനമുള്ളത്? ആ ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാൻ ആമുഖം ഉപയോഗിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഗൗരവത്തിന് മനസ്സിലാക്കണം ചെറിയൊരു കാര്യം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പൊക്കണം എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിന് ആരാ കൊടുത്തത്? അവനവന്റെ സമ്പാദ്യത്തിൽ നിന്നും സംഭാവന കൊടുത്തുകൊണ്ട് മദ്രസ കെട്ടിപ്പൊക്കണമെന്ന ചിന്ത ആരാ ഈ സമൂഹത്തിന് കൊടുത്തത്? നമ്മുടെ ആലിമീങ്ങളുടെ ഉത്ബോധനങ്ങൾ, രാപ്രസംഗങ്ങൾ. ആ രാപ്രസംഗങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം മദ്രസകൾ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പണം സംഭാവന കൊടുത്തുകൊണ്ട് മദ്രസ കെട്ടിപ്പൊക്കില്ല. ഗൾഫിന്റെ കവാടം തുറന്നതും നമുക്ക് പണമുണ്ടായതും ഒക്കെ അടുത്ത കാലത്താണ്. ഇന്നലകളിൽ ഈ സമൂഹത്തിന് ഗൾഫിന്റെ കവാടം തുറന്നിട്ടില്ല, സാമ്പത്തിക സൗകര്യമില്ല. എന്നിട്ട് പോലും ഈ സമൂഹം ഈ പണം വാരിക്കോരി കൊടുത്തുകൊണ്ട് മദ്രസയും പള്ളിയും എന്തിനു നിലനിർത്തി? ഉലമാ നമുക്ക് തന്ന നിർദ്ദേശത്തിന്റെ ഒരു മകുടമായ ഉദാഹരണമാണത്. ആ ആലിമീങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പടച്ചറപ്പ് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഇപ്പൊ ചിലര് കയറി വന്നുകൊണ്ട് നമ്മളോട് ചോദിക്കും, സമത്വ കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസമേൽ എന്താ ഇത്ര വലിയ കാര്യമുള്ളത്? നാട്ടുകാർ കെട്ടിക്കൊടുത്ത മനോഹരമായ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് നാട്ടുകാർ നിയമിച്ച പ്രിയപ്പെട്ട അധ്യാപകർ, ആ അധ്യാപകർക്ക് നാട്ടുകാർ ശമ്പളം കൊടുക്കുന്നു, നാട്ടുകാർ കെട്ടിടത്തിന്റെ മെയിന്റനൻസ് നടത്തുന്നു, ശമ്പളം കൊടുക്കുന്നു. സമത്വക്ക് എന്തേ ഒരു അംഗീകാര പത്രം ആ മദ്രസയിൽ കൊണ്ടുപോയി തൂക്കി എന്നതൊഴിച്ചാൽ സമത്വക്ക് ഈ മദ്രസയുമായിട്ടുള്ള ബന്ധം എന്താ? വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ എന്താ അവകാശപ്പെടാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് സമത്വയുടെയും വിദ്യാഭ്യാസ ബോർഡിന്റെയും പ്രസക്തിയെ നഷ്ടപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അവരോട് വിനയപൂർവ്വമുള്ള ഒന്നാമത്തെ ചോദ്യമാണ്, ഈ മദ്രസ കെട്ടിപ്പൊക്കണമെന്നും ഈ ഉമ്മത്ത് ഇതിനു വേണ്ടി പണം ചെലവഴിക്കണമെന്നുള്ള തിരിച്ചറിവും ബോധവും, മുഅല്ലിങ്ങൾക്ക് ശമ്പളം കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനുമുള്ള തിരിച്ചറിവും ഈ സമൂഹത്തിന് ആരാ കൊടുത്തത്? അതിനുവേണ്ടി നാട് നീളെ നടന്ന് വഅദ് ചെയ്തുകൊണ്ട് വഅദ് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ച പണ്ഡിതന്മാരോട് നമുക്ക് കടപ്പാടില്ലേ? ഈ സാമ്പത്തിക ഭാഗം മാത്രമാണോ നിങ്ങൾ കാണുന്നതും മനസ്സിലാക്കുന്നതും? മാത്രമല്ല, ഈ മദ്രസയിലെ 1,00,000 വരുന്ന മുഅല്ലിമീങ്ങളെ ശരിക്കൊരു മുത്തുമാലയിൽ കോർത്ത മണികളെപ്പോലെ ക്രോഡീകരിച്ചുകൊണ്ട് അവരെ കൃത്യമായി ട്രെയിനിങ് കൊടുത്തുകൊണ്ട്, ഹിസ്ബ് കോഴ്സ് കൊടുത്തുകൊണ്ട്, ഇൻ സർവീസ് കോഴ്സ് കൊടുത്തുകൊണ്ട്, ഹയർ സെക്കൻഡറി ലോവറൊക്കെ വരെ പഠിപ്പിച്ചുകൊണ്ട് പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുത്ത് മദ്രസയിൽ കൃത്യമായി പരീക്ഷാ സംവിധാനത്തിന് ഒരു പരീക്ഷാ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് വ്യവസ്ഥാപിത മാർഗത്തിൽ ഇത് കൊണ്ടു നടക്കുന്നത് ചെറിയ കാര്യമാണോ? ആണ്ടിൽ 2 മുഫത്തിസുകൾ നിങ്ങളെ മദ്രസയിൽ വരും, 2 ഇൻസ്പെക്ടർമാർ. ആ 2 ഇൻസ്പെക്ടർമാർ നമ്മുടെ മദ്രസയിൽ വന്നുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ട് മദ്രസയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധനം നൽകും. ഇത് ചെറിയ കാര്യമാണ് എന്ന് പറയാൻ കഴിയുമോ? ഇനി ഈ ശമ്പളം കൊടുക്കുന്നതും മുഅല്ലിങ്ങളെ നിയമിക്കുന്നതും മാത്രമാണ് നിങ്ങൾ കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ സാമ്പത്തിക ഭാഗം മാത്രം സമത്വ കേരള ജമിയത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് വളരെ വിനയപൂർവ്വം ഒരു കണക്ക് തന്നെ ബോധിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ വെളിപ്പാടകരെയുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ നിന്ന് പോയി നോക്ക്. നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കണക്കുണ്ട്. 1975 മുതൽ, ഞാൻ പറയുന്ന കണക്ക് കൃത്യമായി പരിശോധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ. 1975 മുതൽ
നമ്മുടെ പ്രിയപ്പെട്ട മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് സർവീസ് ആനുകൂല്യം എന്ന് പറയുന്ന ആനുകൂല്യം കൊടുക്കാറുണ്ട്. ഇത്ര കാലം സർവീസ് ഉള്ളവർക്ക് ആനുകൂല്യം കൊടുക്കുന്ന ഏർപ്പാട്. ഈ സർവീസ് ആനുകൂല്യം നമ്മുടെ മുഅല്ലിങ്ങൾക്ക് കൊടുത്തത് വഴി മാത്രം 1,71,97,565 രൂപ. ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി എടുത്ത കണക്കാ ബോർഡ് ഓഫീസിൽ നിന്ന്. 1,71,97,565 രൂപ മുഅല്ലിങ്ങൾക്ക് സർവീസ് ആനുകൂല്യം കൊടുത്തു. നിങ്ങൾ മുഅല്ലിങ്ങളെ കണ്ട് പരിശോധിക്കാൻ അന്വേഷിക്കുക. ഒരു റേഞ്ച് സെക്രട്ടറിയെ ഒരു മുഅല്ലിമിനെ കണ്ടാൽ നിങ്ങൾക്കത് പരിശോധിച്ചാൽ ബോധ്യപ്പെടും. നമ്മുടെ പാവപ്പെട്ട മദ്രസയിൽ പഠിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി മാത്രം ഭവന നിർമ്മാണ സഹായം എന്ന രീതിയിൽ സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴ്ഘടകമായ ജമിയത്തുൽ മുഅല്ലിമീന്റെ കേന്ദ്ര കമ്മിറ്റി വഴി 2,62,25,765 രൂപ കൊടുത്തു. ചേളാരിക്ക് ഇവിടുന്ന് ബസ് കയറിയാൽ ദൂരം കുറവാണ്. ഞാൻ ഈ പറയുന്ന കണക്ക് നാളെ പോയിട്ട് വൗച്ചർ അടക്കം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും ആർക്കൊക്കെ എത്ര കൊടുത്തു, ഈ 2.25 കോടി ആർക്കാ കൊടുത്തതെന്ന് പറഞ്ഞു. പാവപ്പെട്ട മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമിന്റെ മകളെ കെട്ടിക്കാൻ, അവന്റെ പാവപ്പെട്ടവന്റെ മകളെ കെട്ടിക്കാൻ മുഅല്ലിമാണെങ്കിൽ അപേക്ഷ കൊടുത്താൽ സഹായം കൊടുക്കും. ആ സഹായത്തിന്റെ വകയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ നിന്ന് 3,85,98,490 രൂപ കൊടുത്തു. കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കാ ഈ വർഷത്തിലേക്ക് കൂട്ടിച്ചേർക്കണം. നിങ്ങൾ ഓർക്കണം ഇതിന്റെ അവസ്ഥ. 1998 മുതൽ നമ്മുടെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് പെൻഷൻ കൊടുത്തു വരുന്നുണ്ട്. നിശ്ചിത കൊല്ലം മദ്രസയിൽ സേവനം ചെയ്താൽ മുഅല്ലിമിന് പെൻഷനുണ്ട്. അലിമുസ്ലിയോടൊക്കെ ചോദിച്ചാൽ അറിയാം, എവിടെയുള്ള ആളുകളുണ്ടല്ലോ ബോർഡുമായി ബന്ധമുള്ളവർ, റേഞ്ചുമായി ബന്ധമുള്ളവർ. ആ മുഅല്ലിമീങ്ങൾക്ക് പെൻഷൻ കൊടുത്ത വകയിൽ 1,05,99,920 രൂപ കൊടുത്തു. 1 കോടിയിൽ പരം രൂപ മുഅല്ലിമീങ്ങൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, തുടരുകയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്ക്, കഴിഞ്ഞ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ഭവന നിർമ്മാണം പ്രഖ്യാപിച്ചു. ഒരു സമ്മേളനത്തോടെ 22 വീട് നിർമ്മിച്ചു കൊടുത്തു. 58 ലക്ഷം രൂപ. ഒറ്റ സമ്മേളനത്തിന്റെ ഭാഗമായി 58 ലക്ഷം രൂപ കൊടുത്തു മുഅല്ലിമീങ്ങൾ. ചെറിയ കാര്യമാണോ? സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനും സമത്വ മദ്രസമേൽ യാതൊന്നുമില്ലേ? പാവപ്പെട്ട മുഅല്ലിങ്ങൾ മരിച്ച വീട്ടിലേക്ക് അടിയന്തര സഹായം അപേക്ഷ കൂടാതെ എത്തിച്ചു കൊടുത്ത കൂട്ടത്തിൽ 7,78,000 രൂപ വിദ്യാഭ്യാസ ബോർഡ് കൊടുത്തു. ഒരു മുഅല്ലിമ മരിച്ചാൽ അപേക്ഷ പോലും വേണ്ട, വീട്ടിലേക്ക് സഹായം എത്തും ആ വിധവക്ക്. വിധവകൾ പിന്നെ അപേക്ഷ കൊടുത്തപ്പോ ഇത് അടിയന്തര സഹായം മരിച്ച ശേഷം ഈ വിധവക്ക് ഒരു അംഗീകാരം അപേക്ഷാടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരു മുഅല്ലിമിന്റെ വിധവക്ക് വേണ്ടി കൊടുത്ത സഹായത്തിന്റെ കൂട്ടത്തിൽ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് സഹായിച്ച ഇനത്തിൽ 15,84,750 രൂപ കൊടുത്തു. ഈ പറയുന്ന കണക്ക് കൃത്യം പരിശോധിച്ചാൽ മതി. ഇനി നമ്മുടെ മദ്രസ, നമ്മുടെ നാട്ടിലെ മദ്രസ, നമ്മുടെ മദ്രസയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ 7ാം ക്ലാസിന്റെ മുകളിലേക്ക് ക്ലാസ് തുടങ്ങി നോക്ക്. 10ാം ക്ലാസും 12ാം ക്ലാസും നടത്തി നോക്ക്. നിങ്ങളെ മദ്രസ നടത്തുന്നുണ്ടോ? നടത്തുന്നുണ്ടെങ്കിൽ കൊല്ലത്തിൽ മദ്രസക്ക് ഒരു തുക വിദ്യാഭ്യാസ ബോർഡ് തരും. നിങ്ങളെ സഹായിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ ഒരു തുക. ആ തുക മദ്രസകൾക്ക് കേരളത്തിൽ മുഴുവൻ കൊടുത്ത കൂട്ടത്തിൽ ഇതുവരെ കൊടുത്ത തുകയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1,53,29,000 രൂപയുണ്ട്. എത്ര കോടിയായി? ഈ പറയുന്നതൊക്കെ കൃത്യവും കണിശവുമായ കണക്കാണ്. നമ്മുടെ മോഡൽ ക്ലാസ് എടുക്കുന്നതിന് അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ റേഞ്ചിലൊന്ന് പോയി നോക്കണം നിങ്ങൾ. മോഡൽ ക്ലാസ് എടുക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് മോഡൽ ക്ലാസിന്റെ ഗ്രാന്റ് കൊടുത്ത ഇനത്തിൽ 16,92,290 രൂപ കൊടുത്തു. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനും ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീനും ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. പ്രവർത്തന ഗ്രാന്റ് എന്ന് പറയും. സെക്രട്ടറിമാർക്ക് അത് കൊടുക്കുക. പരീക്ഷാ ബോർഡ് ചെയർമാന് കൊടുക്കും, റേഞ്ചിന്റെ പ്രസിഡന്റിന് കൊടുക്കും. 32,93,993 രൂപ കൊടുത്തു. ഒന്നും വേണ്ട, നിങ്ങളൊക്കെ നമ്മുടെ സമ്മേളന നഗരിയിൽ കണ്ടിട്ടില്ലേ? സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് കവറിലിട്ട് പൈസ കൊടുക്കുന്നത്. റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് KK അബൂബക്കർ സറത്ത് അവാർഡ്, ഉസ്മാൻ സാഹിബ് അവാർഡ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. കവറിലിട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു കവറേ നമ്മൾ കാണുള്ളൂ. അങ്ങനെ ഇവർക്ക് കൊടുത്ത അവാർഡിന്റെ പണം മാത്രം വിദ്യാഭ്യാസ ബോർഡ് 2,03,61,251 രൂപ കൊടുത്തു. കൃത്യമായി നിങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ പോയി കണക്കെടുക്കുക. ഞാൻ പറഞ്ഞതിൽ അളവ് തെറ്റുണ്ടെങ്കിൽ കൃത്യമായി ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ ഞാൻ അവകാശപ്പെട്ടവൻ, ബാധ്യതപ്പെട്ടവൻ. വിദ്യാഭ്യാസ ബോർഡിന് ഒന്നുമില്ല എന്നാണോ പറയുന്നത്? 404 റേഞ്ചിന്റെ ഒപ്പം നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി 404 റേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ 404 റേഞ്ചുകൾ പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ കൃത്യമായി പഠിച്ചു നോക്കുക. 414 റേഞ്ചായിപ്പോ. ഈ സദസ്സിൽ റേഞ്ച് സെക്രട്ടറിമാരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത കൊല്ലം മുതൽ
ഒരു വർഷം 1800 രൂപ വീതം കിട്ടും. റേഞ്ച് സെക്രട്ടറിക്ക് 1800 രൂപ. നിങ്ങൾ മദ്രസയിൽ കൊടുക്കുന്ന ശമ്പളമല്ല ബോർഡ് കൊടുക്കുക. ഇതുവരെ 800 കൊടുത്തിരുന്നു, അതിന്റെ മുമ്പ് 600 കൊടുത്തിരുന്നു, അതിന്റെ മുമ്പ് 300 കൊടുത്തിരുന്നു. നിങ്ങളുടെ ശമ്പളം കുറയോ? സെക്രട്ടറിക്ക് അടുത്ത വർഷം 1800 രൂപ മാസം കിട്ടും. മാസമല്ല, വർഷത്തിലൊരിക്കൽ. അത് പ്രവർത്തന ഗ്രാന്റ് ആൾക്ക് ഈശ്വരല്ല, പ്രവർത്തിക്കാനുള്ളതാ. പ്രവർത്തനത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. എന്നതുപോലെ റേഞ്ചിന്റെ പ്രസിഡന്റിന് കിട്ടും, അതുപോലെ തന്നെ റേഞ്ചിന്റെ പരീക്ഷാ ബോർഡ് ചെയർമാന് കിട്ടും. ഇനി അത് ബോർഡ് കൊടുക്കുന്നുണ്ട് വിചാരിച്ച് നിങ്ങൾ ശമ്പളം കുറക്കണ്ട. അത് ബോർഡ്, വിദ്യാഭ്യാസ ബോർഡ് പ്രത്യേകമായി പ്രവർത്തനത്തിന് ഗ്രാന്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ ഈ വിദ്യാഭ്യാസ രംഗത്തെ പിടിച്ചു നിർത്താൻ ബോർഡ് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഗൗരവം കാണണം നിങ്ങൾ. അത്ര വലിയ പ്രവർത്തനം നടത്തുന്ന വിദ്യാഭ്യാസ ബോർഡ് നമ്മുടെ മദ്രസകളെ ശരിക്കും ക്രോഡീകരിച്ച് നിർത്താൻ. ആ ക്രോഡീകരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് മതം പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ തിരിച്ചറിയുന്ന മക്കളുണ്ടാക്കാനാണ്. കേരളത്തിൽ വ്യാപകമായി ശർഈ ഉലൂം പഠിപ്പിച്ചത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. അല്ലെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതിനുവേണ്ടി പണിയെടുത്ത ഉലമാക്കളോട് നമ്മൾ കൃത്യമായി കടപ്പെട്ടവരല്ലേ? നമ്മുടെ ഉലമാന്റെ സേവനത്തെ ചെറുതാക്കി കാണാൻ പറ്റുമോ നമുക്ക്? ആ ഉലമാ ചെയ്ത പ്രവർത്തനത്തെ സമൂഹത്തിന് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മൾ. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മൾ പഠിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് തുല്യതയില്ലാത്തൊരു വലിയ വിദ്യാഭ്യാസ വിപ്ലവ പ്രസ്ഥാനം നമ്മുടെ കയ്യിലുണ്ട്. പടച്ചറബ് നിലനിർത്തി തെരുമാറാവട്ടെ. എങ്ങനെ ഇത് കേരളത്തിൽ ഇത്ര വേരൂന്നി, അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? മഹല്ലുകളും മദ്രസകളും സമത്വക്കൊപ്പമാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. തർക്കമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വസ്തുത വെച്ച് പറയുമ്പോഴേ ബോധ്യപ്പെടും. ഈ സംവിധാനങ്ങളെ ശരിക്ക് ഗവൺമെന്റ് തലത്തിൽ പരിശോധിക്കുമ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് ബോധ്യപ്പെടും. കേരള വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് സ്വത്തുക്കൾ, മുത്തവല്ലിമാർക്ക് വോട്ടവകാശമുണ്ട്. 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള വഖഫാണെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി. അങ്ങനെയുള്ള വഖഫ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ മുത്തവല്ലിമാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് വഖഫ് ബോർഡിന്റെ പ്രതിനിധികൾ. ഈ അടുത്ത ദിവസം നിങ്ങൾക്കറിയാം, പത്രത്തിൽ വാർത്ത വന്നില്ലേ? വഖഫ് ബോർഡിന്റെ ഇലക്ഷൻ നടന്നു. വഖഫ് ബോർഡിന്റെ ഇലക്ഷൻ നടന്നപ്പോൾ വഖഫ് ബോർഡിൽ വോട്ടവകാശമുള്ള മുത്തവല്ലിമാർ വോട്ട് ചെയ്തു. ആ മുത്തവല്ലിമാർ വോട്ട് ചെയ്തപ്പോൾ വോട്ടവകാശമുള്ള മുത്തവല്ലിമാരുടെ വോട്ട് മൊത്തം കേരളത്തിൽ പോൾ ചെയ്യപ്പെട്ട വോട്ട് 1300 വോട്ടാ പോൾ ചെയ്തു. എറണാകുളത്ത് ഓഫീസിൽ കൃത്യമായ കണക്കുണ്ട്, 1300 വോട്ട് പോൾ ചെയ്തു. 1300 വോട്ട് പോൾ ചെയ്തപ്പോൾ 1000 വോട്ടും സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും അതുപോലെ തന്നെ സമത്വയും ഒക്കെ നയിക്കുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാനാർത്ഥികൾക്കാണ് കിട്ടിയത്. MC മൈനാച്ചിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PV സൈനുദ്ദീനും. അവർ രണ്ടുപേരും 1000 വോട്ട്. ബാക്കി 300 വോട്ടുണ്ട്, എല്ലാവരും ഓരി വെക്കണം. കേരളത്തിൽ വഖഫ് ബോർഡിന്റെ വോട്ട് പോൾ ചെയ്യപ്പെട്ടത് എത്രയാണ്, ആർക്കൊക്കെ എത്ര വോട്ട് കിട്ടി? നാളെ എറണാകുളത്ത് പോയി നിങ്ങൾ വഖഫ് ബോർഡ് ഓഫീസിൽ കൃത്യമായി വിവരാവകാശ രേഖ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. വഞ്ചിക്കാൻ കഴിയില്ല. 1300 വോട്ട് പോൾ ചെയ്തു. 1000 സമത്വ സ്ഥാനാർത്ഥികൾക്ക് 300 കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഓരി വെക്കണം. കേരളത്തിൽ സ്ഥാപനമുണ്ട് എന്ന് അഭിമാനിച്ചാൽ പോരാ, പറഞ്ഞാൽ പോരാ. അള്ളാഹുവിന്റെ ദുന്യാവിൽ അതുണ്ടെങ്കിൽ ഈ രംഗത്ത് കാണും. ഈ സമൂഹത്തിന്റെ ഈ അംഗീകാരത്തിന്റെ പിന്നിലുള്ള ചാലകശക്തി എന്തെന്ന് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഇത്രമാത്രം സൗകര്യത്തോടു കൂടി ഇത് കൊണ്ടു നടക്കാൻ കഴിഞ്ഞു? എന്തേ നമുക്ക് ഇത്ര മനോഹരമായി സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു? അതിനൊറ്റ കാരണമാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി. സമത്വ കേരള ജംഇയ്യത്തുൽ ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി അൽഹംദുലില്ലാഹ് അത് ചെറുതല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ പുണ്യസ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദീനിന്റെ നേർരൂപം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അതിൽ കളങ്കമില്ല. രണ്ടാമത്തേത്, ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി പോലെ തന്നെ ഈ ആദർശം ജനസമൂഹത്തിലേക്ക് കൊണ്ടുപോയി കൊടുത്ത മഹത്തുക്കളായ ഇതിന്റെ മുന്നിൽ നിന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ജീവിത വിശുദ്ധി. അൽഹംദുലില്ലാഹ് അവരെ ജീവിത വിശുദ്ധി മറക്കാൻ കഴിയില്ല നമുക്ക്. ആ മഹത്തുക്കളെ നയിച്ചപ്പോഴാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ജനസഞ്ചയത്തിനിടയിൽ വേരൂന്നിയതും ജനങ്ങൾ സമത്വയെ സ്വീകരിച്ചത്. നമ്മളെ നയിച്ച മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് അറിയണം നമ്മൾ. ചിലരൊക്കെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ തർക്കിക്കും. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ചിലർക്ക് അവകാശവാദം ഉന്നയിക്കും. പലരും നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ട് ഞങ്ങളാണ് സമത്വം എന്ന് പറയും. ഭാഗിക്കാനും പ്രശ്നമുണ്ടാക്കാനും കേസ് കൂടാനും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും അവസരം തുറക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ആക്ഷേപിക്കാനും ശ്രമിക്കുന്നില്ല. പക്ഷേ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ച മഹത്തുക്കളായ പണ്ഡിത വരേണ്യന്മാരെ കുറിച്ച് നോക്കും നിങ്ങൾ.
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാരഥന്മാർ. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർകദ, ആ മഹാനുഭാവന്റെ ഖബർ പടച്ചറപ്പ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആരാ റഈസുൽ മുഹഖിഖീൻ? ഇത്രമാത്രം വിശുദ്ധ വ്യക്തിത്വം നമ്മുടെ സമൂഹത്തിൽ ഇക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വ്യക്തിത്വം കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ പോലും അദ്ദേഹം വലിയ സ്ഥാനീയനായിരുന്നു, ഗുരുതുല്യനായിരുന്നു. കണ്ണിയത്തിന്റെ സ്മരണികയിൽ എഴുതി വെച്ചൊരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കെട്ടുകഥയൊന്നുമല്ല, ഒരു വ്യക്തിയുടെ അനുഭവം. ഇടവണ്ണപ്പാറ റഷീദിയ അറബി കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു പണ്ഡിതന്റെ അനുഭവം. അയാളുടെ നാട്ടുകാരായ കുറച്ചാളുകൾ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരെ ഒന്ന് കാണുന്നതിന് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടി ക്ഷണിക്കുന്നതിന് വേണ്ടി എടവണ്ണപ്പാറയിൽ വന്നിറങ്ങി. ഇദ്ദേഹത്തെയും കൂട്ടി നേരെ പോകുന്നു വാഴക്കാട്ടെ. അവര് നേരെ എടവണ്ണപ്പാറയിൽ വന്നിറങ്ങി. അവര് നേരെ ചെന്ന് ഇദ്ദേഹത്തെയും കൂട്ടി എടവണ്ണപ്പാറയിൽ നിന്നും ഒരു ജീപ്പ് വാടകയ്ക്കെടുക്കുമ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, വാഴക്കാട്ടേക്കാണ്. അമുസ്ലിമാണ് ഡ്രൈവർ. അമുസ്ലിമായ ഡ്രൈവർ ഒരു വട്ടത്തലയിൽ കെട്ടി മടക്കത്ത് കുത്തി, തുണി മടക്കി കുത്തി, അവൻ സാധാരണ ഡ്രൈവിംഗ് വേഷത്തിൽ കയറി നിന്ന് ഡ്രൈവ് ചെയ്തു. വാഴക്കാട്ടേക്ക് ട്രിപ്പ് കിട്ടിയ സന്തോഷത്തോടു കൂടി അവൻ വണ്ടി ഓടിക്കുക. വണ്ടി അങ്ങനെ മുന്നോട്ട് പോയി. ആ വണ്ടി വാഴക്കാടങ്ങാടിയിൽ എത്തും മുമ്പ് കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിയുകയാണ്. ആ റോഡിലേക്ക് വണ്ടി സന്യത്തിന്റെ സ്മരണികേരന്റെ സംഭവം ഒന്ന് വായിച്ച് പഠിക്കണം നിങ്ങൾ. ഈ എഴുതിയ പണ്ഡിതൻ എനിക്കറിയാം, ആ നാട്ടുകാരെനിക്കറിയാം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് വണ്ടി അങ്ങ് തിരിഞ്ഞു. ഇങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞു. ഡ്രൈവർ ചോദിച്ചു, എങ്ങോട്ടാ? അപ്പൊ അവര് പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കാണ്. സഡൻ ബ്രേക്ക് ഇട്ട പോലെ വണ്ടി ചവിട്ടിയോടെ നിർത്തി. കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞതോടെ വണ്ടി ചവിട്ടിയോടെ നിർത്തി. ഞെട്ടിപ്പോയി അവര്. അമുസ്ലിമാണ് ഡ്രൈവർ. ഇവര് ചോദിച്ചു, നീ എന്തേ വണ്ടി നിർത്തിയത്? അവൻ പറഞ്ഞു, ഒരു മിനിറ്റ്. ആ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം അവന്റെ മടക്കി കുത്തി കഴിച്ചു. പിന്നെ അവന്റെ തലയിലെ വട്ടക്കെട്ടെടുത്തിട്ട് വണ്ടിന്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ഷർട്ടൊക്കെ ഒന്ന് നേരെയാക്കി നല്ല ഭംഗിയായിട്ട് അച്ചടക്കമുള്ള കുട്ടിയെ പോലെ പിന്നെ ഡ്രൈവ് ചെയ്തു. കണ്ണിയത്തിന്റെ വീട്ടിന്റെ 1 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നാണ് ഇവൻ ഈ അദബ് കാണിക്കുന്നത്. ഒരു മഹാനായ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഒരുപക്ഷെ അവനെ കണ്ണിയത്ത് കാണുന്നില്ല. അവന് വണ്ടിയിൽ ഇരുന്നാൽ മതി. ഒരു അമുസ്ലിമാണ്, അവൻ കണ്ണിയത്തിന്റെ വീട്ടിലേക്ക് പോലും പോകുന്നില്ല. എന്നിട്ട് പോലും കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കാണെന്ന് കേട്ടപ്പോഴേക്കും ഇറങ്ങിയിട്ട് മടക്കി കുത്തഴിച്ചിട്ട് തലയിലെ ആ റൗഡിക്കെട്ട് പോലത്തെ കെട്ടൊന്ന് ഒഴിവാക്കിയിട്ട് ഒരു മാന്യനെ പോലെ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്തതുപോലെ ഒരു അമുസ്ലിമിന്റെ മനസ്സിൽ കണ്ണിയത്തിന്റെ സ്ഥാനത്രയാണ്. ആ മഹാനായ മനുഷ്യനെ ബഹുമാനിച്ച ഒരു അമുസ്ലിമിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ സ്മരണയിൽ കാണാം. അതാണ് കണ്ണിയൻ. നിങ്ങൾ പുളിക്കലെന്ന് പോയി നോക്ക്, നമുക്കറിയാം പുളിക്കൽ വിദേഹത്തുകാരുടെ കേന്ദ്രമാണ്. പക്ഷെ കണ്ണിയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. അവരെ മനസ്സിലുള്ള ഒരു ബഹുമാനം. അവർക്കറിയാം കണ്ണിയത്ത് ആരാണെന്ന്. മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ആരാന്ന് അവർക്കറിയാം. ആ മഹാനായ മനുഷ്യൻ പുളിക്കൽ പഞ്ചായത്തിലെ ചെറുപറമ്പിൽ ഒരു മെയ് മാസത്തിൽ മഴ കിട്ടാതെ ജനങ്ങൾ വിഷമിച്ച സമയത്ത് അവിടെ ദുആക്ക് വേണ്ടി വന്നു. കണ്ണിയത്തിനെ ദുആക്ക് കൊണ്ടുവന്നു. ജനങ്ങളൊക്കെ സദസ്സിൽ ഇരിപ്പുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു. ജനങ്ങൾ ആമീൻ പറഞ്ഞു. ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയ സമയത്ത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ അവിടെ ഇരുന്നു കൊണ്ടൊരു വാക്ക് പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിന്നെ കണ്ട് ദുആ ചെയ്തതാണ്, നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല. അതൊരു വല്ലാത്ത വാക്ക്. മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല എന്ന് കണ്ണിയത്ത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ആ വാക്ക് പറഞ്ഞതോടുകൂടി കേട്ടവരൊക്കെ തിരിച്ചു വന്നു. കണ്ണിയത്ത് എഴുന്നേൽക്കില്ലെങ്കിൽ നമ്മളും പോണില്ല. എല്ലാവരുടെയും ഒരു കുട്ടിയും പോകാത്ത അവസ്ഥ. സമയം ഇങ്ങനെ എഴുതി നീങ്ങി, ഒരാൾക്ക് ഒന്നും പറയാനില്ല. കണ്ണിയത്ത് അവിടെ ഇരിക്കുന്നു, എന്തൊക്കെയോ ദിക്റ് ചൊല്ലുന്നു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, മേഘാവൃതമായി അന്തരീക്ഷം, വലിയൊരു മഴ. എവിടുന്നോ പൊളിഞ്ഞു വീണ പോലൊരു മഴ. എല്ലാവരും പെട്ടെന്ന് നനഞ്ഞു. കണ്ണിയത്തടക്കം നനഞ്ഞിട്ടാ പോയത്. പക്ഷെ അന്വേഷിക്കുമ്പോൾ ആ ഗ്രാമത്തിന്റെ പുറത്തേക്ക് ആ മഴയില്ല. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ വാക്ക് പടച്ചറപ്പ് സ്വാദിക്കാക്കി കൊടുത്തു. നമ്മൾ എന്തിനു ഭയപ്പെടണം? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അല്ലാഹുവിന്റെ അടിമകളിൽ ചില മനുഷ്യരുണ്ട്, ലൗ അഖ്സമ അലല്ലാഹ്,
പടച്ചറബിനെ അണയിട്ട് കൊണ്ടവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അബറഹു റബ്ബത് നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കൂടി അതേ ബാക്കിയുണ്ടാവും. അപ്പൊ വ്യാഴാഴ്ച മമ്പറത്ത് മാത്രം ചൊല്ലിയപ്പോൾ നമ്മളെല്ലാവരും ചെല്ലണം എപ്പോഴും സാസ്. ചിലപ്പോൾ സലാത്തിന്റെ മജ്ലിസിൽ മാത്രമേ ചിലർ സലാത്തിലുള്ളൂ, വേറെ എപ്പോഴൊന്നും ചെല്ലൂല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേട്ടിട്ട് മൻ നസിയ സ്വലാത്ത് അലയ്യ, സ്വലാത്തിനെ മറന്നാൽ ചെല്ലില്ലെങ്കിലല്ല മറന്നുപോയാൽ പോലും ഫഖദ് ഖതിഅ ത്വരീഖൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി പഴച്ചു പോയി, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവന് തെറ്റിപ്പോയി. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പഴക്കണ്ട, പടച്ചറബ് നമ്മളെ വഴി തെറ്റിക്കാതിരിക്കുമാറാവട്ടെ. വഴി തെറ്റിയവരൊക്കെ പോയില്ലേ സമത്തിന്ന്, പിന്നെ നമ്മൾ വഴി തെറ്റാൻ നിൽക്കണം. നമ്മൾ നേരെ നിന്നാ പോരെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാന കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ മനസ്സ് കൊണ്ടുവരുന്നത്. കുറച്ച് സമയം കൊണ്ട് ഇതാണ് കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് സമത്തെ കാണാൻ പഠിച്ച തൗഫീഖ് നൽകി. ആ കണ്ണിയത്ത് ഉസ്താദിനെ വിട്ട കളി നമുക്കില്ല. അദ്ദേഹം മരിക്കുമ്പോഴും സമത്തയുടെ പ്രസിഡന്റാണ്. ചിലർക്ക് മരിക്കുമ്പോൾ അദ്ദേഹം പ്രസിഡന്റ് അല്ല. അവിടെ മാത്രം നോക്കിയാൽ മതി നമ്മൾ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ മനവറല്ലാഹു മർകദ, ആ മഹാനുഭാവന്റെ ജീവിതം നിങ്ങളൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 3 കാര്യം ഞാൻ നിങ്ങളോട് സമർപ്പണം ചെയ്യാം. 3 കാര്യം മാത്രം, ശരിക്കും ശ്രദ്ധിച്ചോളി. 3 കാര്യം. മദ്രസയ്ക്ക് വേണ്ടി തർക്കിക്കുന്നവരും പള്ളിക്ക് വേണ്ടി തർക്കിക്കുന്നവരും പരസ്പരം ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളും ഒക്കെ മനസ്സിലാക്കും. വേദന കൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. ഈ ഉമ്മത്തിൽ തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പച്ചയായി പടച്ചറപ്പ് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ട് പിന്നെ നമ്മൾ തർക്കിക്കണം. അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ച മാതൃകകളല്ലേ നമുക്ക് മുമ്പിലുള്ളത്. മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ ബഹുമാനപ്പെട്ട ശംസുൽ അദ്ദേഹത്തിന്റെ കാൽപാദം പിന്തുടർന്ന ആളാണ്. ബഹുമാന്യരായ ശംസുൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹം ചെയ്ത 3 പ്രവർത്തനങ്ങൾ. ഒന്ന് 1996 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. 96 ഓഗസ്റ്റ് 10 ഒരു 2-ാം ശനിയാഴ്ച മദ്രസകളെ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ ബോഡി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എല്ലാ 2-ാം ശനിയാഴ്ചയും രാവിലെ 11 മണിക്ക് ചെയ്യും. എല്ലാ മാസവും 2-ാം ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ഉണ്ടാവും. ഈ ഓഗസ്റ്റ് 10-നും വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ഉണ്ടായി. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ ശൈഖുനാ ശംസുൽ ആശുപത്രിയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ആശുപത്രിയിൽ നിന്ന് യോഗത്തിലേക്ക് വന്നു. അദ്ദേഹം യോഗത്തിലേക്ക് വന്നിട്ട് യോഗത്തിൽ വന്ന് ആ യോഗത്തിൽ അദ്ദേഹം പ്രവേശിച്ച് അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതം വാങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം എന്താ? ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം വരാൻ മാത്രമുള്ള ഒരു അജണ്ട ഈ യോഗത്തിൽ ഇല്ല. എന്തിനാ പിന്നെ ശൈഖുന ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതപ്രകാരം വന്നത്? അങ്ങനത്തെ ഒരു അജണ്ട അവിടെ ഇല്ലല്ലോ. പിന്നെ എന്തിനാ ശൈഖുന ഇത്ര വലിയ ത്യാഗം സഹിച്ചത്? ആളുകളൊക്കെ സാഗൂതം വീക്ഷിച്ചു. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയാൻ പോകുന്നത്? അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളോട് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുപ്പിക്കാനാണ് ഞാൻ വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി ത്യാഗം ചെയ്ത് മരിച്ചുപോയ ഒരുപാട് ആലിമീങ്ങൾ, സമസ്തക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ചുപോയ ഒരുപാട് ഉമറാക്കളുണ്ട്. ആ ഉമറാക്കൾക്കും ഉലമാക്കൾക്കും ഒക്കെ നമ്മൾ യോഗം ചേരുമ്പോൾ ദ്വാരക്കാറുണ്ട്. പക്ഷെ ദ്വാരക്കാൻ വേണ്ടി യോഗം ചേരാറുണ്ടോ? നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി യോഗം ചേരാറുണ്ടോ? ശൈഖുനെ ചോദിച്ചപ്പോ സദസ്സ് അത്ഭുതത്തോടു കൂടി നോക്കി. ശരിയാണ്, ദ്വാരക്കാൻ വേണ്ടി മാത്രം യോഗം നമ്മൾ ചേരാറില്ല. ശൈഖുനെ ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ ദ്വാരക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ ദിനം നിശ്ചയിച്ചുകൂടാ? എല്ലാവരും അത് ഒറ്റയടിക്ക് സമ്മതിച്ചു. അപ്പൊ തന്നെ തീരുമാനിച്ചു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ദിനം അങ്ങനത്തെ ഒരു തീരുമാനം സമസ്തയുടെ 1925 മുതൽ 1996 വരെയുള്ള കാലത്തില്ല. 96 തീരുമാനിച്ചു. തീരുമാനം മിനിറ്റ്സിൽ എഴുതി സർക്കുലറായി എല്ലാ സ്ഥലത്തും എത്തിച്ചു. എല്ലാ സ്ഥലത്തും തീരുമാനമെത്തി. ജനങ്ങളൊക്കെ ആദ്യമായി പ്രാർത്ഥനാ സമ്മേളനത്തിന് സജ്ജരായി. സമസ്തന്റെ ആലിമീങ്ങൾ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. നൂറുദിനങ്ങള് നിസ്കരിക്കാൻ പോയിട്ടുണ്ടല്ലോ പഠിച്ചത്. തങ്ങൾ കേൾക്കുന്നുണ്ടോ? തങ്ങള് നിസ്കരിക്കാൻ പോയി എന്ന് PM അടിച്ചിരുന്നു. തങ്ങൾ അവിടെ ഉണ്ടോ അറിയില്ല.
നല്ലൊരു മിനിറ്റ് നോട്ടെ. നമ്മൾ നേരെ നിന്നാ പോരെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാന കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ മനസ്സ് കൊണ്ടുവരുന്നത്. കുറച്ച് സമയം കൊണ്ട് ഇതാണ് കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് സമത്തെ കാണാൻ പഠിച്ച തൗഫീഖ് നൽകി. ആ കണ്ണിയത്ത് ഉസ്താദിനെ വിട്ട കളി നമുക്കില്ല. അദ്ദേഹം മരിക്കുമ്പോഴും സമത്തയുടെ പ്രസിഡന്റാണ്. ചിലർക്ക് മരിക്കുമ്പോൾ അദ്ദേഹം പ്രസിഡന്റ് അല്ല. അവിടെ മാത്രം നോക്കിയാൽ മതി നമ്മൾ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ മനവറല്ലാഹു മർകദ, ആ മഹാനുഭാവന്റെ ജീവിതം നിങ്ങളൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 3 കാര്യം ഞാൻ നിങ്ങളോട് സമർപ്പണം ചെയ്യാം. 3 കാര്യം മാത്രം ശരിക്കും ശ്രദ്ധിച്ചോളി. 3 കാര്യം. മദ്രസയ്ക്ക് വേണ്ടി തർക്കിക്കുന്നവരും പള്ളിക്ക് വേണ്ടി തർക്കിക്കുന്നവരും പരസ്പരം ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളുമൊക്കെ മനസ്സിലാക്കും. വേദന കൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. ഈ ഉമ്മത്ത് തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പച്ചയായി പടച്ചറപ്പ് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ട് പിന്നെ നമ്മൾ തർക്കിക്കണം. അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ച മാതൃകകളല്ലേ നമുക്ക് മുമ്പിലുള്ളത്. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ ബഹുമാനപ്പെട്ട ശംസുൽ അദ്ദേഹത്തിന്റെ കാൽപാദം പിന്തുടർന്ന ആളാണ്. ബഹുമാന്യരായ ശംസുൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹം ചെയ്ത 3 പ്രവർത്തനങ്ങൾ. ഒന്ന്, 1996 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. 96 ഓഗസ്റ്റ് 10 ഒരു 2-ാം ശനിയാഴ്ച മദ്രസകളെ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ ബോഡി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എല്ലാ 2-ാം ശനിയാഴ്ചയും രാവിലെ 11 മണിക്ക് ചെയ്യും. എല്ലാ മാസവും 2-ാം ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ഉണ്ടാവും. ഈ ഓഗസ്റ്റ് 10 വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് ഉണ്ടായി. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ ശൈഖുന ശംസുൽ ആശുപത്രിയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ആശുപത്രിയിൽ നിന്ന് യോഗത്തിലേക്ക് വന്നു. അദ്ദേഹം യോഗത്തിലേക്ക് വന്നിട്ട് യോഗത്തിൽ വന്ന് ആ യോഗത്തിൽ അദ്ദേഹം പ്രവേശിച്ച് അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതം വാങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം എന്താ? ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം വരാൻ മാത്രമുള്ള ഒരു അജണ്ട ഈ യോഗത്തിൽ ഇല്ല. എന്തിനാ പിന്നെ ശൈഖുന ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതപ്രകാരം വന്നത്? അങ്ങനത്തെ ഒരു അജണ്ട അവിടെ ഇല്ലല്ലോ. പിന്നെ എന്തിനാ ശൈഖുന ഇത്ര വലിയ ത്യാഗം സഹിച്ചത്? ആളുകളൊക്കെ സാഗൂതം വീക്ഷിച്ചു. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയാൻ പോകുന്നത്? അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളോട് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുപ്പിക്കാനാണ് ഞാൻ വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി ത്യാഗം ചെയ്ത് മരിച്ചുപോയ ഒരുപാട് ആലിമീങ്ങൾ, സമസ്തക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ചുപോയ ഒരുപാട് ഉമറാക്കളുണ്ട്. ആ ഉമറാക്കൾക്കും ഉലമാക്കൾക്കും ഒക്കെ നമ്മൾ യോഗം ചേരുമ്പോൾ ദ്വാരക്കാറുണ്ട്. പക്ഷെ ദ്വാരക്കാൻ വേണ്ടി യോഗം ചേരാറുണ്ടോ? നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി യോഗം ചേരാറുണ്ടോ? ശൈഖുന ചോദിച്ചപ്പോ സദസ്സ് അത്ഭുതത്തോടു കൂടി നോക്കി. ശരിയാണ്, ദ്വാരക്കാൻ വേണ്ടി മാത്രം യോഗം നമ്മൾ ചേരാറില്ല. ശൈഖുന ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ ദ്വാരക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ ദിനം നിശ്ചയിച്ചുകൂടാ? എല്ലാവരും അത് ഒറ്റയടിക്ക് സമ്മതിച്ചു. അപ്പൊ തന്നെ തീരുമാനിച്ചു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ദിനം അങ്ങനത്തെ ഒരു തീരുമാനം സമസ്തയുടെ 1925 മുതൽ 1996 വരെയുള്ള കാലത്തില്ല. 96 തീരുമാനിച്ചു. തീരുമാനം മിനിറ്റ്സിൽ എഴുതി സർക്കുലറായി എല്ലാ നബിത്തങ്ങളുടെ റൗദ ഷരീഫിൽ കിടക്കും പോലെ മുല്ലക്കോയ തങ്ങളെ ഖബറിന്റെ ചോട്ടിൽ ബഹുമാനപ്പെട്ട ശംസുലമ കിടക്കുന്നു. അതൊരു ദലീല, അതൊരു മാർഗമാണ് സമസ്ത എവിടെ നിൽക്കുന്നുള്ള ചോദ്യത്തിന്. അറബിക്കടലിന്റെ അലമാലകൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മത്സ്യം കൊടുക്കാതെ മല പോലെ ആഞ്ഞു വീശിയ ഒരു കാലത്ത് ദിവസങ്ങളോളം മത്സ്യം കിട്ടാതെ കട്ടപ്പെട്ട കടപ്പുറത്തെ പാവങ്ങള് മുല്ലക്കോയ തങ്ങളുടെ വീട്ടിൽ ചെന്ന് മുട്ടി വിളിച്ചു, തങ്ങളെ കടല് മത്സ്യം തരുന്നില്ല, പട്ടിണിയാണല്ലോ. തങ്ങൾ പുറത്തിറങ്ങി സാധുക്കൾ എപ്പോഴും തങ്ങന്മാര് സഹായിക്കും. നേരെ ചെന്ന് ദ്വാരന്ന് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആ നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചെയ്ത പണി എന്താ? ആ കടലിനോട് പറഞ്ഞു, കടലെ അടങ്ങണം, കയ്യുയർത്തി പിടിച്ചുകൊണ്ടൊരു വാക്ക്. പർവ്വത സമാനമായ കടലിന്റെ തിരമാലകൾ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നു. ഇവർ തോണിയിറക്കി മത്സ്യം പിടിച്ചു. അറബിക്കടലിനെ തന്റെ കൈ കൊണ്ട് ശാന്തമാക്കിയ കറാമത്തിന്റെ കൈയുണ്ടവിടെ. ആ മുല്ലക്കോയത്തങ്ങൾ വളർത്തിയ പ്രസ്ഥാനത്തെ ശംസുൽ ഉലമ തെറ്റിച്ചിരുന്നുവെങ്കിൽ, ശംസുൽ ഉലമയുടെ ആദർശം ചോർന്നു പോയിരുന്നുവെങ്കിൽ, വരക്കല മക്കാമിലേക്ക് ആ മയ്യത്ത് കൊണ്ടുവരുമ്പോ കബറിന്ന് കയ്യ് പൊങ്ങിയിട്ട് പറയും, വരണ്ട, ആ മയ്യത്ത് ഇവിടെ വേണ്ട.
കറാമാത്തുൽ ഔലിയാ ഇലാ തൻഖതിഉ ബഅദ മൗതിഹിം, മരിച്ചാലും ഔലിയാക്കളെ കറാമത്ത് മുറിയില്ല. അത് വിശ്വസിക്കുന്നവരാ നമ്മൾ. മുല്ലക്കോയത്തങ്ങളെ മേടി വിളിച്ച് കിടത്തി അവിടെ തന്നെ കിടക്കണേ. അത് അവിടെ കിടക്കുമ്പോൾ ദലീലുണ്ട്. വൗരിയ ഫീ ഖബറിൻ ലിഖബരി ശരീഫിൽ ഫളായിലി മുല്ലക്കോയ വരക്കൽ മുഖാരിബി. ആ വരക്കൽ അദ്ദേഹത്തിന്റെ സമീപത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കിടക്കുമ്പോ സാധാരണക്കാരൻ അതിൽ ദലീലുണ്ട്. അവിടെ സമത്വം നിൽക്കേണ്ടതെന്ന് കാലം പഠിപ്പിക്കുക നമ്മളെ. മൂന്നാമത്തെ മഹിതമായ വശം നോക്ക് നിങ്ങൾ. മഹാനായ ശംസുൽ ആശുപത്രിയിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത്, അദ്ദേഹം വിടവാങ്ങുന്ന സമയത്ത് തിങ്കളാഴ്ച രാവിലെ സുബഹിയോടടുത്തപ്പോ എല്ലാരോടും യാസീനോദാൻ പറഞ്ഞു. എല്ലാ മനുഷ്യന്മാരും യാസീനോദി യാസീൻ അവസാനിപ്പിക്കുമ്പോഴേക്കും ബാങ്കാണ് മുഴങ്ങി. സുബഹിയുടെ ബാങ്കിന് ശൈഖുന ഉറക്ക മറുപടി കൊടുത്തു. ബാങ്കിന്റെ ഇജാബത്ത്. മുഅദ്ദിൻ അവസാനം പറഞ്ഞു ബാങ്കിന്റെ ലാസ്റ്റ് വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശൈഖുനയും പറഞ്ഞു അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവർകൾ അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാങ്കുത്തരം കൊടുത്ത ശേഷം പിന്നെ മിണ്ടിയിട്ടില്ല. വഅഖീറു അൽഫാദിൽ ലദാനി മുഖാരിനുൻ ലിഅൻഫാസിഹിൽ ഉഖറ അല്ലതി ലം തുഅകബി. മടക്കിയെടുക്കാൻ കഴിയാത്ത അവസാനത്തെ ശ്വാസത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് യോജിച്ചു വന്ന കൂട്ടരെ, ആക്കിബത്ത് ഇത്രമേൽ നന്നാകാൻ ഒരു മനുഷ്യന് പടച്ചറപ്പ് അവസരം കൊടുത്താൽ അള്ളാഹുവിന്റെ തിരുദൂതർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, തമൂതൂന കമാ തഈശൂൻ. ജീവിതം പോലെയാണ് മരണം. നല്ല നിലക്ക് ജീവിച്ച മനുഷ്യനാണ്, സത്യത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യനാണ്, ഹക്കിന് വേണ്ടി മാത്രം നിന്ന മനുഷ്യനാണെന്നതിന്റെ തെളിവാണ് ഈ മരണം. അങ്ങനത്തെ നല്ല മരണം പടച്ചറപ്പ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ നിന്ന നേതാക്കളെ കണ്ട് പഠിച്ചാൽ മതി. സമത്തെ എവിടെ നിൽക്കുന്നു നോക്കണം. ഈ മദ്രസ പ്രസ്ഥാനത്തിന്റെ ഒക്കെ തലപ്പത്തുള്ള ഒരു മനുഷ്യൻ ഇന്ന് കെ ടി മാനു മുസ്ലിയാർ, സമത്തന്റെ സെക്രട്ടറിക്കെതിരെ ഉറഞ്ഞു തുള്ളിയതുപോലെ ബഹുമാനപ്പെട്ട കെ ടി മാനു മുസ്ലിയാരെയും ശത്രുവായിട്ടാ കണ്ടത്. ആ മഹാനായ കെ ടി മാനു മുസ്ലിയാർ ഈ ലോകത്ത് പോയതെങ്ങനെ ഞങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ കണ്ടവരാണ്. മുഅല്ലിങ്ങളുടെ മഹാസമ്മേളനം കോഴിക്കോട്ട് നടക്കുക. കരുവാരക്കുണ്ടിലെ വീട്ടിൽ നിന്നും സമ്മേളനത്തിന്റെ ദിവസം ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ പുറപ്പെടുക. തന്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞ മോളോട് പറഞ്ഞ, മോളെ ഒരു തോർത്തുമുണ്ട് വേണമെന്ന്. മകള് തിരിച്ചു ചോദിച്ചു, എല്ലാ പണ്ഡിതന്മാരും വലിയ വലിയ സമ്മേളനത്തിന് പോകുമ്പോ പച്ച മുണ്ടാണെടുക്കുക, അങ്ങനെന്താ തോർത്തമുണ്ട് എടുക്കണമെന്ന് ചോദിച്ചു. മാനു മുസ്ലിയാർ മകളോട് പറഞ്ഞു, നീ അതിങ്ങോട്ട് എടുത്തോ, അതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നു. അത്രേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. മാനു മുസ്ലിയാർ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മകള് വാപ്പ പറഞ്ഞാലേ നല്ലൊരു പുത്തൻ മുണ്ടെടുത്തു കൊടുത്തു. ഒരു പുതിയ തോർത്തമുണ്ട് മാനു മുസ്ലിയാർ കാറിന്റെ മുമ്പിൽ അവിടെ വെച്ചു. എല്ലാവരും കാണത്തക്ക വിധം തന്നെ അവിടെ ഉണ്ട്. നേരെ വന്നു. ബഹുമാനപ്പെട്ടവർ ചാപ്പനങ്ങാട് സിയാറത്ത് ചെയ്തു. കോഴിക്കോട്ടേക്ക് സമ്മേളനത്തിന് വന്നു. സമ്മേളന നഗരിയിൽ അദ്ദേഹം വന്ന് സ്റ്റേജിൽ കയറി സമ്മേളനം ആരംഭിച്ചു. ബഹുമാനപ്പെട്ടവർ വേദിയിലുണ്ട്. സന്തോഷത്തോടെ തന്റെ മുഅല്ലിങ്ങളെ സമ്മേളനം കാണുകയാണ്. ഏറെ ബഹുമാനപ്പെട്ടവർ സ്നേഹിക്കുന്ന മുഅല്ലിങ്ങളെ സമ്മേളനം. ഉദ്ഘാടനം കഴിഞ്ഞു, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു, സ്വാഗതാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ കഴിഞ്ഞു. ചെറുശ്ശേരിസ്ഥാന്റെ പ്രസംഗം മുതൽ മുഖ്യാതിഥികളുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞു. ഒറ്റ കുട്ടി പോയിട്ടില്ല. ഇനിയും 1-2 പ്രസംഗം, അത് പ്രസക്തമുള്ള പ്രസംഗമല്ല, പക്ഷെ ആൾക്കാർ കാത്തിരിക്കുക, കാലിക വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതി. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. വേദന കൂടി അദ്ദേഹം പുറത്തിറങ്ങി. ഒരുക്കി വെച്ചിരുന്നോടെ ആംബുലൻസ്. അത് സമ്മേളനത്തിന്റെ ഭാഗമാണ്, വേറൊന്നുമല്ല. ഏത് സമ്മേളനത്തിന് ആംബുലൻസ് ഉണ്ടാവും. ആ സമ്മേളനത്തിന്റെ ആംബുലൻസ് വന്നു നിന്നു. അദ്ദേഹം അതിൽ കയറി വെപ്പ് പല്ലെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി വെള്ളം കുടിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കലും കൂടി ചൊല്ലി ഉറക്കെ എല്ലാവരും കേട്ടു. ആംബുലൻസിന്റെ ചുറ്റും നിൽക്കുന്ന പ്രവർത്തകരൊക്കെ കേട്ടു. അപ്പൊ തന്നെ മരിച്ചിട്ടുണ്ട്. പിന്നെ മിണ്ടിയിട്ടില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ നിമിഷം ചിന്തിക്കണം, പടച്ചറപ്പ് ചെയ്ത തൗഫീഖ്. ആ മഹാനുഭാവൻ സമ്മേളനത്തിന് മുമ്പ് മരിച്ചാൽ സമ്മേളനം നടക്കൂല. സമ്മേളനത്തിന്റെ മധ്യത്തിൽ മരിച്ചാൽ സമ്മേളനം അലങ്കോലപ്പെടും. അധ്യക്ഷനും ഉദ്ഘാടനം പ്രധാന പ്രസംഗം ഒക്കെ കഴിഞ്ഞു. എന്നാ പാടെ പിരിച്ചുവിട്ടിട്ട് നന്ദി പറഞ്ഞിട്ട് മരിച്ചാലോ? ആ നഗരത്തിലേക്ക് ദൂരദിക്കിൽ നിന്ന് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ആൾക്കാരുണ്ടാവിടെ, അല്ലെങ്കിൽ ഒക്കെ നാട്ടിൽ പോകും. പിന്നെ കരുവാരക്കുണ്ടിലേക്ക് അവർ മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അവര് പിരിഞ്ഞു പോകാതെ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ മയ്യത്ത് നിസ്കരിക്കാൻ അവരെ ഒരുക്കി നിർത്തിക്കൊണ്ട് ഒറ്റ മരണം. സമ്മേളനത്തിനൊരു പോറലുമില്ല. അദ്ദേഹത്തിനെല്ലാം കാണാനായി. പടച്ചറബ് ഒരു മനുഷ്യന് ഇതിനപ്പുറം എന്ത് തൗഫീഖാ കൊടുക്കേണ്ടത്? സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആ മരണം ജനങ്ങളെ അറിയിക്കുന്നത് വേദനയോടെ. അത്തിപ്പറ്റ ഉസ്താദ് തെഹ്ലീലിൽ നേതൃത്വം കൊടുക്കുന്നു. തെഹ്ലീൽ ചെല്ലുന്നവരോ ശുഭ്രവസ്ത്രം ധരിച്ച ഖുർആൻ പഠിപ്പിക്കുന്ന ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. സമൂഹത്തിലെ ഏറ്റവും ഖൈറായ ജനങ്ങൾ മയ്യത്ത് ആശുപത്രിയിൽ നേരെ കൊണ്ടുവന്നു. സമത്തിന്റെ ഓഫീസ് മരണം ഉറപ്പുവരുത്തി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോ
കുളിപ്പിക്കാൻ ഏർപ്പാടാക്കി കഫംപുടവ തേടി പോവാൻ ആൾക്കാർ. ഒറ്റ കട തുറന്നിട്ടില്ല. കഫംപുടവ വൈകിട്ടെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ മതി. കുളിപ്പിക്കൽ തുടങ്ങണ്ടേ? കുളിപ്പിക്കൽ തുടങ്ങാൻ ഗ്രൗണ്ടിൽ ആൾക്കാർ കാത്തു നിൽക്കാം. മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ കുളിപ്പിക്കണമല്ലോ. കുളിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ കയ്യുമ്മ ചുറ്റാൻ നല്ല തുണിയില്ല. സമസ്തന്റെ ഓഫീസിൽ ആരും താമസിക്കുന്നില്ല, നല്ല തുണിയില്ല അവിടെ. ഒറ്റ കട തുറന്നിട്ടില്ല. വിരലുമ ചുറ്റാൻ പല്ല് തേച്ചു കൊടുക്കാൻ തുണി വേണ്ട, നല്ല ശുദ്ധിയുള്ളത് വേണ്ടേ? അപ്പോഴാണ് കാറിന് മുൻഭാഗത്ത് കാണത്തക്ക വിധം വെച്ച ഈ മുണ്ട്, രണ്ടാം മുണ്ട്, ഒരു തോർത്തമുണ്ട് വീട്ടിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നു. അതെടുത്തിട്ട് കയ്യുമ ചുറ്റുകയും ശേഷപ്രക്രിയർക്ക് അത് ഉപയോഗിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ മുണ്ടെടുക്കാൻ പ്രേരണ കൊടുത്തത്? എന്തിനാണ് ആ മുണ്ടെടുത്ത് വെച്ചത്? മാനമുസ്ലിയാരെ നിങ്ങളൊക്കെ കണ്ടവരല്ലേ? ഏതെങ്കിലും ഒരു വലിയ സമ്മേളനത്തിനോ യോഗത്തിനോ കൺവെൻഷനോ അദ്ദേഹം വരുമ്പോ ഒരു ബാഗും ഒരു തലപ്പാവുമല്ലാതെ രണ്ടാമത്തെ ഒരു മുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അന്ന് അദ്ദേഹം ഒരു മുണ്ട് പ്രത്യേകം ചോദിച്ചു വാങ്ങി തന്റെ കാറിന്റെ മുമ്പിൽ ആളുകൾക്ക് കാണത്തക്ക വിധം വെച്ചു. എന്തിന്? ആ മുണ്ട് ആവശ്യമുണ്ടെന്ന് പടച്ച റബ്ബ് ബോധനം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചില മനുഷ്യർക്ക് കൊടുക്കും. പരിശുദ്ധ ഖുർആന്റെ തഫ്സീറിലുണ്ടല്ലോ, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, മലക്കുകൾ നല്ല നിലക്ക് മരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. യഖൂലൂന, മലക്കുകൾ വന്നുകൊണ്ട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സ്വാഗതം, ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലമായി പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകണേ. അങ്ങനെ സന്തോഷിപ്പിച്ച് മരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് മരണം നേരത്തെ അറിയാം. വലിയ വലിയ ഔലിയാക്കന്മാരാണെങ്കിൽ വേറൊരു മരിക്കണം ചില പറഞ്ഞു വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ മമ്പറത്തല്ലേ നിങ്ങൾ ജീവിക്കണത്? ഈ ഇവിടെ കിടക്കുന്ന മമ്പറത്തെ മൗലദബീല ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവൻ തന്റെ മുരീദന്മാരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു പൊതി കൊടുക്കുന്ന, ഇത് കൊണ്ടിട്ട് ഇന്ന ആജ്യരെ വീട്ടിൽ കൊണ്ടേ കൊടുക്കും. കൊടിഞ്ഞിലോ തൊട്ടടുത്ത് എവിടെയെങ്കിലും ആജ്യമാർ, അദ്ദേഹം സ്നേഹിക്കുന്ന ആജ്യമാരുണ്ട്, അല്ലെങ്കിൽ മുരീദന്മാർക്ക് കൊണ്ടു കൊടുക്കുക. ഈ മുരീദ് ഈ പൊതിയും കൊണ്ട് ആ വീട്ടിൽ കാണി ചെല്ലുമ്പോൾ വീട്ടിൽ കയറിയുമ്പോൾ അവിടെ ഒരു മരണം നടന്നിട്ടുണ്ടോ? ഈ സാധനം അയാൾക്ക് കൊടുക്കാനുള്ളത്. വീട്ടുകാരെ ഏൽപ്പിച്ച് തുറന്നു നോക്കുമ്പോൾ കഫംപുടവ, അയാൾ മരിക്കുന്നതിന് മുമ്പ് മമ്പറത്ത് കഫംപുടവ പോന്നിട്ടുണ്ട്. എങ്ങനെ ഇയാളെ മരണം മമ്പറത്ത് തങ്ങൾ അറിഞ്ഞത്? അതിലൊന്നൊരു അത്ഭുതവും വേണ്ട. കോഴിക്കോട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങൾ, ഈ തങ്ങളെ മാതുരൻ അവിടെ ഉണ്ടല്ലോ, കോഴിക്കോട്ടെ ജിഫ്രി തങ്ങൾ മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്റെ കൂട്ടുകാരോട് പറഞ്ഞൊരു വാക്കുണ്ട്. വീട്ടുകാരോട് പറഞ്ഞു, എന്റെ മയ്യത്ത് നിങ്ങളാരും കുളിപ്പിക്കേണ്ട, മയ്യത്ത് കുളിപ്പിക്കാൻ ആള് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മഹാൻ മരണപ്പെട്ടപ്പോൾ മമ്പുറത്തുനിന്ന് തങ്ങൾ കോഴിക്കോട്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് കാദി മുഹീദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ വന്നു. ഇങ്ങനെ ഒരു വാക്കുണ്ടെന്ന് കേട്ടോ, ഒരു മുണ്ടിൽ ആള് വരുന്ന ഉറപ്പാ. മയ്യത്ത് കുളിപ്പിക്കേണ്ട സമയമായപ്പോൾ കടല് കടന്നു വരുന്നു. അലിയു സൂറത്തി ഫഖ്റുൽ വുജൂദ്, അറബി വേഷം ധരിച്ചൊരു മനുഷ്യൻ, അലിയു സൂറത്തി ഫഖ്റുൽ വുജൂദ്, അയാളെ പേര് താരീഖിലുണ്ട്. ജിഫ്രി തങ്ങളെ താരീഖ് പഠിച്ചു നോക്കി. എങ്ങനെയാണ് ഇയാളെ പുറപ്പെട്ട വിവരം ഈ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അറിഞ്ഞത്? ഇനി പുറപ്പെട്ടാൽ തന്നെ എന്റെ മയ്യത്ത് കുളിപ്പിക്കാനെന്ന് എങ്ങനെ മനസ്സിലായത്? അതാണ് മഹാന്മാർക്ക് പടച്ചുറപ്പ് കൊടുക്കുന്ന സന്ദേശം. അത് ചിലർക്കൊക്കെ പടച്ചോ കൊടുക്കും, അത് നല്ലവർക്ക് പടച്ചുറപ്പ് കൊടുക്കുന്ന ഉറപ്പാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ ഒരു മഹാനായിരുന്നു സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം എന്തേ സമത്തയിൽ ഉറച്ചു നിന്നു, സമത്തക്ക് മുൻതൂക്കം നൽകി ഒറ്റ തെറ്റേ ചെയ്തോളൂ. ചില ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് മരിക്കുന്ന സമയങ്ങളൊന്നും അദ്ദേഹം മരിക്കുന്നതിന്റെ ഏതാണ്ട് 2 ദിവസം മുമ്പ് വീട്ടിലെ പണിക്കാരനോട് പറഞ്ഞു, ഈ സൈഡിലെ പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കോ, ആ പറമ്പിലെ നൂർമഹലുകൾ കയറുന്നിടത്ത് വലത്തുഭാഗത്ത്. അയാൾ പോലും ചോദിച്ചു, തങ്ങളെ എന്താ സമയം ആയിട്ടില്ല, ഞാൻ ചെത്തോളൂ, എന്താ തിരക്കെന്ന് ചോദിച്ചു. അത് ചെത്തിക്കോ, അതുകൊണ്ട് ഉപകാരമുണ്ട്. അവിടെയാണ് മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളുണ്ട്. മയ്യത്ത് നിസ്കരിക്കാൻ സ്ഥല സൗകര്യം ഒരുക്കി. ആ പുല്ല് ചെത്തിയ സ്ഥലത്ത് മയ്യത്ത് നിസ്കരിക്കാൻ ആൾ നിൽക്കുമ്പോൾ അതിങ്ങനെ കണ്ട അത്ഭുതം തോന്നിയ നമുക്ക്. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാണക്കാട്ട മദ്രസയിൽ സദറുമോല്യമുണ്ട്. അയാൾ എല്ലാ മദ്രസയിലെ കണക്കും തങ്ങൾക്ക് കൈ കൊണ്ടുപോയി കൊടുക്കുക. തങ്ങളെ മദ്രസന്റെ അഡ്മിനിസ്ട്രേറ്റർ. അയാൾ വ്യാഴാഴ്ച മദ്രസ നിർത്തി കണക്ക് പുസ്തകം കൊണ്ട് തങ്ങളെടുത്തി വരിസംഗിന്റെ കണക്കൊക്കെ ബോധ്യപ്പെടുത്തി. തങ്ങൾ സംഭവിച്ചു, ഓക്കെ, തിരിച്ചു പോരാ. പടി ഇറങ്ങുമ്പോൾ ഇയാൾ പറഞ്ഞു, തങ്ങളെ ചേളാരിന്നൊരു പേപ്പർ വന്നിട്ടുണ്ട്, അത് പൊതുപരീക്ഷന്റെ പേപ്പറാണ്, നിങ്ങളെ ഒപ്പിടണ്ടോ? ഞാൻ പിന്നെ കൊണ്ടുവരാൻ സമയമുണ്ട്. തങ്ങളെ അയാൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് ഒപ്പിടേണ്ടതെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലത്. ഞാനാണ് ഒപ്പിടേണ്ടതെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലത്. അയാൾ കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാനത് പറഞ്ഞു എന്നേണ്ടു, ഒരുപാട് ദിവസം ഇനിയുണ്ട്. മാത്രമല്ല ഇന്ന് വ്യാഴാഴ്ച മദ്രസ പൂട്ടിയാണ്, നാളെ വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ പോവാം, ശനിയാഴ്ച ഞാൻ വരും, എന്നിട്ട് മദ്രസ വിട്ടിട്ട് കൊണ്ടുവരാം, എന്നാലും ഇഷ്ടംപോലെ സമയമുണ്ട്.
അത് കേൾക്കാത്ത ഭാവത്തിന് തങ്ങൾ പറഞ്ഞു. അത്രയൊക്കെ വ്യക്തമായി പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഞാനവിടെ ഒപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലത്. ആ സാധു നേരെ പോയി മദ്രസ തുറന്ന് കൊണ്ടുവന്ന് ഒപ്പിടിച്ച് കൊണ്ടുപോയി വെച്ചിട്ടാ വീട്ടിൽ. അയാൾ തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്തിനാ തങ്ങൾ എന്നെ കൊണ്ട് അത് ഇപ്പൊ തന്നെ കൊണ്ടുവച്ചെന്ന് എനിക്ക് തോന്നിയൊരു വെറുപ്പ് പോലെ എനിക്ക്. പക്ഷേ അന്ന് രാത്രി 10 മണിക്കാലത്ത് വീട്ടിൽ ഫോൺ വന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തങ്ങൾ DC ആയി തോന്നുന്നുണ്ടല്ലോ. സെയ്ദ് നൂറുദ്ദീൻ തങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? തങ്ങൾ DC ആയതാണോ? താങ്കളൊക്കെ അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലുമ്മി ഖബിയകല്ലതി ഇസ്തഖബതുക, നിന്റെ കയ്യിൽ ഞാൻ സുഗന്ധം. ബഹുമാനവർ പറഞ്ഞു, അൻദിഹി ഹൗലി, എന്റെ ചുറ്റുവട്ടത്ത് നീ തെളിക്കുമോളെ. ആ വെള്ളം ചുറ്റുവട്ടത്തൊക്കെ അങ്ങനെ തെളിച്ചു സുഗന്ധം പൂശിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇജ്ഫഇൽ ബാബ ഫൻസിലി, വാതിലടച്ചുകൊണ്ട് നീ ഒന്ന് പുറത്തേക്ക് നിൽക്കണം. വാതിലടച്ചുകൊണ്ട് നീ ഒന്ന് പുറത്തേക്ക് നിൽക്കണം. രോഗിയായ ഭർത്താവിന്റെ റൂമിൽ സുഗന്ധം പൂശിയിട്ട് ഞാൻ എന്തിനാ പുറത്തു പോകുന്നത്? ഭാര്യ ചോദ്യചിഹ്നമുള്ള കണ്ണുകൊണ്ട് നോക്കി. മഹാനവറുകൾ തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഫഇന്നഹു യഅതീനി സുവാർ, ചില സന്ദർശകർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. യജിദൂന റീഹ വലാ യഅകുലൂന ത്വആം, അവർക്ക് വാസന ഇഷ്ടമാണ്, ഭക്ഷണം അവർ കഴിക്കൂല. അതുകൊണ്ട് നീ ഒന്ന് പുറത്തു നിന്നാൽ എനിക്ക് അവരുമായി സംസാരിക്കാം. ഭാര്യ കരുതിയല്ലോ റഹ്മത്തിന്റെ മലക്കുകളാണ്. ഭാര്യ പുറത്തുപോയി വാതിലടച്ചു. അവൾ സ്വന്തമായ ജോലിയിൽ മുഴുകി. കുറെ സമയം കഴിഞ്ഞപ്പോ വാതിൽ വന്ന് മുട്ടി നോക്കി. ശബ്ദമില്ല, അനക്കമില്ല. വിളിച്ചു നോക്കി, മറുപടിയില്ല. പേടിച്ച രണ്ടുകൊണ്ട് ഫലമ്മ ദഖലത്ത് ബഅദഹീൻ, അല്പസമയം കഴിഞ്ഞ് വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോൾ ഫഇദാ റൂഹുൽ മുബാറക, ആ മഹാന്റെ അനുഗ്രഹീതമായ ആത്മാവ് ഖദ് ഫാറഖത് ജസദഹു വ ദുനിയാഹു, ദുന്യാവും തടിയും വിട്ട് പോയിട്ട് പുഞ്ചിരിച്ചിങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ. എങ്ങനെയാണ് ഈ മനുഷ്യന് മലക്കുകൾ പുറപ്പെട്ട വിവരം അറിഞ്ഞത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് ഉറപ്പിച്ച് പറയുകയും തുമ്മസ്തഖാമു, പിന്നെ ആ ദീനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന, പടച്ചറപ്പ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ നേരത്തെ മലക്കുകളെ വിടും. റൂഹ് പിടിക്കുന്ന മലക്ക് പിന്നെയേ വരൂ. അനുഗ്രഹീതമായ അവസ്ഥയെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം നിങ്ങൾ. അങ്ങനത്തെ മരണം പടച്ചറപ്പ് നമുക്കും നൽകുമാറാവട്ടെ. നല്ലോണം കരുതിക്കൊള്ളി. ആമീൻ തുറന്നു പറഞ്ഞു, വായ തുറന്ന് ആമീൻ പറഞ്ഞോളി. മരണം തന്നെ ചില്ലറ സംഗതി ഒന്നല്ല. റൂഹ് തൊണ്ടൽക്കുയിലെത്തുമ്പോഴുള്ള പടപ്പ് നോക്കണം. എന്ത് വൃത്തികേടും അപ്പോൾ നമ്മൾ സ്വീകരിക്കും. അള്ളാഹു നമുക്ക് ആക്കിബത്ത് നന്നാക്കി തെരുമാറാവട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോളി. അങ്ങനെ ആക്കിബത്ത് നന്നായി പോയ മഹാന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളതൊക്കെ. ഒരു പേടി പഠിക്കണ്ട. ആ മഹത്തുക്കൾക്ക് ഇതിനുള്ള ഭാഗ്യം എവിടുന്നാ കിട്ടിയത്? അവർ സമത്വ കേരള ജംഇയ്യത്ത് നമുക്ക് വേണ്ടി ചെയ്ത സേവനത്തിന്റെ മഹത്വമാണ്. അവരെ ജീവിതത്തിന്റെ വിശുദ്ധിയാണത്. ആ വിശുദ്ധ വ്യക്തിത്വങ്ങളുടെ ജീവിതം കണ്ട് വളർന്നവരാ സമത്വക്കാര്. അവരാ നമ്മളെ നയിച്ചത്. കണ്ടിയത്ത് ഉസ്താദിന്റെ അതേ സൂക്ഷ്മത അവസാന കാലത്ത് ജീവിച്ച സമത്വയുടെ ആലിമീങ്ങൾ വരെ പുലർത്തി. നിങ്ങൾക്കറിയില്ലേ, ഈയിടെ മരിച്ചുപോയ ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിം സമത്വയുടെ ട്രഷറർ. അള്ളാഹു മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ തന്നെ ഏറെ അത്ഭുതപ്പെട്ടൊരു സംഗതി, അദ്ദേഹത്തിന്റെ തന്നെ പ്രിയപ്പെട്ട ഒരു മുതഅല്ലിം, അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചു പോയി, വിദേശത്ത് പോയി, നല്ല പൈസയും പണമൊക്കെ ഉണ്ടായി വന്ന കുട്ടി. ഉസ്താദ് വീട്ടിൽ ദർശൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ കിതാബ് മുത്താല ഇത് രോഗിയായി കിടക്കുക. ആ കുട്ടി സന്ദർശിച്ചപ്പോ ഉസ്താദിന് സന്തോഷത്തോടു കൂടി കുട്ടിയുടെ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. കുട്ടി പറഞ്ഞു, ഉസ്താദെ ഞാൻ വീട്ടിലൊരു ഇൻവെർട്ടർ വാങ്ങി വെച്ച് തരാം, കറണ്ട് പോകുമ്പോ ഉപയോഗിക്കട്ടോ, ഒരു ഇൻവെർട്ടർ ഞാൻ വീട്ടിൽ വെച്ച് തരാന്ന്. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ആ കുട്ടിയോട് പുറത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച്, വീടിന്റെ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, ചെറിയ പള്ളി. ആ പള്ളി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ, മോനെ അത് അള്ളാന്റെ വീടാ, അവിടെയാണ് എപ്പോഴും വെളിച്ചം കത്തേണ്ടത്, അവിടെ വെച്ചിട്ട് പിന്നെ നോക്കാം, ഇവിടെ ഇപ്പൊ വേണ്ട.
ആ മനുഷ്യന്റെ വിശുദ്ധിക്ക് വേറെ അംഗീകാരം എന്താ വേണ്ടത്? അദ്ദേഹത്തിന്റെ സ്വന്തം ശിഷ്യൻ പണം ഹലാലായി ഉണ്ടാക്കി കൊണ്ടുവന്നൊരു ഇൻവെർട്ടർ വെച്ചു കൊടുത്താൽ വാങ്ങാനോ? പിന്നെ എന്തേ വാങ്ങാതിരുന്നത്? അതോർത്തപ്പോൾ, അത് കേട്ടപ്പോൾ എന്റെ മനസ്സിലൂടെ ഓടി വന്നത് അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ. ഒരടിമയും മുത്തഖീങ്ങളെ ഗണത്തിലേക്ക് ഉയരുകയില്ല. ഹത്താ യതഅമ അലാ ബഅ്സബിഹി, ഒരു ദോഷവും ഇല്ലാത്തതിനെ ഒഴിവാക്കുന്നത് വരെ. ഒരു ദോഷമില്ല, ഇൻവെർട്ടർ വെക്കൽ ഒഴിവാക്കി. എന്തിന്? ഹദറൻ, പേടിച്ചിട്ട്. മിമ്മാ ബിഹി ബഅ്സുൻ, അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് പേടിച്ചിട്ട് ദോഷമില്ലാത്തതിനെ ഒഴിവാക്കുക. സ്വന്തം ശിഷ്യൻ വീട്ടിൽ ഒരു ഇൻവെർട്ടർ വെച്ചു കൊടുക്കുമ്പോൾ ഹലാലായ പൈസ കൊണ്ട് സ്വീകരിക്കുന്നതിന് ഉസ്താദിന് തെറ്റുമില്ല. പിന്നെ എന്തിനൊഴിവാക്കി? പടച്ച റബ്ബിന്റെ പള്ളി അപ്പുറത്തുള്ളപ്പോ അവിടെ വെക്കാതെ ഇവിടെ വെച്ചാൽ അത് ഞാൻ പടച്ചവനോട് ചെയ്യുന്ന അദബ് കേടാകുമോ എന്ന ചിന്ത. അവനാണ് മുത്തഖി. അങ്ങനത്തെ പണ്ഡിതന്മാരാണ് നമ്മളെ നയിച്ചത്. അത് ഇബാദത്ത് കൊണ്ടും തന്റെ വിശ്വാസം കൊണ്ടും എത്തിപ്പെട്ട സ്ഥലമാണത്. ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സലാം ഫൈസി ഒളവട്ടൂർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം വളരെ വ്യക്തമായി ഒരിക്കൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു വാർത്ത. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളും തന്റെ പ്രിയപ്പെട്ട മകനും തന്റെ ഭാര്യയും കൂടി, പാർലൂർ ഉസ്താദും ഭാര്യയും മകനും കൂടി പരിശുദ്ധ ഉംറക്ക് ചെന്നു. പരിശുദ്ധ മക്കയിൽ നിന്ന് ഉംറ നിർവഹിച്ചവരെ ബഹുമാനപ്പെട്ട ഈ സലാം ഫൈസി എന്ന യുവപണ്ഡിതൻ തന്റെ കാറിലാണ് കൊണ്ടുപോയി വിട്ടത് മദീനത്ത്. 3 മണിക്ക് മദീനത്തെത്തുന്നു. ഉസ്താദിന് റൂമെടുത്ത് കൊടുക്കുന്നു, അദ്ദേഹം റൂമെടുക്കുന്നു. അദ്ദേഹം പോലും തീരുമാനിച്ചു 3 മണിക്കായെത്തിയത് ഇനി സുബൈ റൂമെന്നേ നടക്കൂ, സുബൈക്ക് അറമ്പ് പോകാൻ കഴിയില്ല, ഉറങ്ങണ്ടേ. വേഗം എഴുന്നേറ്റ് സുബൈ നിസ്കരിക്കാൻ ഏർപ്പാടായി. അദ്ദേഹം തന്റെ റൂമിൽ നിന്ന് പെട്ടെന്ന് സുബൈ നിസ്കരിക്കാൻ ഏർപ്പാടാക്കി. ഉസ്താദിന്റെ റൂമിൽ നിന്ന് ചെന്ന് നോക്കുമ്പോൾ ഉസ്താദിന്റെ റൂം തുറന്നിരിക്കുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മകൻ സലാം ഫൈസിയോട് പറഞ്ഞ വാക്ക് അദ്ദേഹം ഗദ്ഗദ കണ്ഠനായി പറഞ്ഞു. ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയുടെ മകൻ അസ്ലം ബാക്കവി പറഞ്ഞു അത്രേ, ഞാൻ എന്റെ ഉപ്പയെ കാണുന്ന നാള് മുതൽ, എന്റെ ഉപ്പാനെ ഞാൻ കണ്ട നാള് മുതൽ ഇന്ന് വരെ എല്ലാ രാത്രിയും ഞാൻ കാണുന്ന രാത്രിയിലൊക്കെ ഉപ്പ 11 റക്അത്ത് വിത്ർ നിസ്കരിക്കും. എന്നും 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ടേ ബാപ്പ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കൂ രാത്രി. ഇന്നും ഈ മദീനത്ത് വന്നിട്ട് റസൂലുള്ളാഹിന്റെ മണ്ണിൽ നിന്ന് ബാപ്പ അത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ ഓർക്കണം, 3 മണിക്ക് 400 കിലോമീറ്റർ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഓടിയെത്തി വിശ്രമിച്ച മനുഷ്യൻ 3 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു, തറാവീഹ് വിത്ർ നിസ്കരിച്ചു. ഓർക്കണം നിങ്ങൾ, അവരാണ് സമത്തെ നയിച്ച ആലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ആ മഹാന് പടച്ചറപ്പ് നല്ല നിലക്ക് ഭൂമിയിൽ നിന്ന് പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ. മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യ കുളിപ്പിച്ചപ്പോ ഭാര്യന്റെ മുഖത്ത് നോക്കി കുളിപ്പിച്ച് തോർത്തി കൊടുക്കുമ്പോൾ ഒരു ആയത്തുണ്ട്, മക്കൾ കേൾക്കേണ്ട ബാപ്പ ഈ ആയത്തെങ്ങനെ ഓത് അമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ കുളിപ്പിച്ച് തുറച്ചു കൊടുക്കുക. അതിന്റെ നേരത്തോട് നേരം കഴിഞ്ഞപ്പോ പരലോകത്തേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ ഖബർ പടച്ചറപ്പ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പടച്ചോനെ പേടിച്ച് ഇബാദത്ത് ചെയ്ത് സൂക്ഷ്മത കാണിച്ച് ജീവിച്ച മനുഷ്യനൊന്നും യഥാർത്ഥ സമത്തിന്റെ കൂടെല്ലാം നിൽക്കൂല. അവരൊന്നും വഴിപിഴച്ച മാർഗത്തിലേക്ക് ഒരിക്കലും പോകൂല. നമ്മൾ ശരിക്കും പഠിക്കണം സമത്വയുടെ ആലിമ്യങ്ങളെ കുറിച്ച്, നമ്മുടെ സമത്വയുടെ മഹത്വങ്ങളെ കുറിച്ച് പഠിക്കണം. പക്ഷെ നമ്മളിപ്പോ നോക്കണം എന്താ, നമ്മളെ ചില ആൾക്കാർ നോക്കുന്നത് സാമ്പത്തിക സൗകര്യം, സഞ്ചരിക്കുന്നതിന്റെ മഹത്വം. അള്ളാഹു ദുന്യാവത്ര കൊടുത്തിട്ടുണ്ട്, ഇതാ നോക്കണം. നിങ്ങൾ പേടിക്കേണ്ട, ദുന്യാവെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്ക് കൊടുക്കും ആർക്ക് കൊടുക്കാതിരിക്കുന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ എന്റെ ശബ്ദം കേട്ട് ഈ സദസ്സിലിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒറ്റ സുന്നത്ത് നോമ്പ് ഒഴിവാക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. വളരെ കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരൊറ്റ ദുആ സമ്മേളനോ സലാത്തോ ഒഴിവാക്കാത്ത മമ്പറത്ത് പോകുന്നവരും എല്ലാ ദുആന്റെ മജ്ലിസിനും വരുന്നവരുണ്ടാവും. പക്ഷേ അവന്റെ വീട്ടിലെ പെൺകുട്ടിയെ സമയത്ത് കെട്ടിച്ചയച്ചിട്ടുണ്ടാവും. ചിലപ്പോ കെട്ടിച്ചയച്ച പെൺകുട്ടി തിരിച്ചെത്തിയിട്ടുണ്ടാവും തൊലാക്കിൽ. അവന്റെ മനസ്സിലൊരു വിഷമുണ്ടാവും, ഇവൻ ചെയ്ത സൽക്കരമൊന്നും ശരിയല്ല എന്നതിന്റെ അർത്ഥം. നേരെ മറിച്ച് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ സുബൈക്ക് ലേറ്റ് തന്നെ ഉണ്ടാവും, സുബൈക്ക് നീക്കാറില്ല. അവരൊരു സൽക്കർമ്മത്തിനും പോകാറില്ല, ഒരു സ്വലാത്തിനും പോകില്ല, ഒരു നല്ല പരിപാടിയും ഉണ്ടാവില്ല. പക്ഷെ അവന്റെ മകളെ സമയമാകുന്നതിന് മുമ്പ് കെട്ടിച്ചു പോയിട്ടുണ്ടാവും. ഇതല്ല ദുന്യാവ്. ഈ സദസ്സിൽ രോഗികളായ ആൾക്കാർ എത്ര ദുആന്റെ മജ്ലിസിൽ പോയി എത്ര ദ്വാരുന്നു, പരച്ചോ ശിഫ തന്നിട്ടില്ല. നേരെ മറിച്ച് ഒരു രോഗമില്ലാത്ത ആള് കള്ളു കുടിച്ച് കൂത്താടി അങ്ങാടിയിൽ ബിവറേജ് കോർപ്പറേഷന്റെ മദ്യക്കുപ്പിക്ക് ക്യൂ നിൽക്കുന്നുണ്ടാവും, ഓനൊരു കുറവില്ല. അതാണ് ദുന്യാവ്. അതാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്,
കൂടരെ ദുന്യാവത, ദുന്യാവിൽ ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും, ഗുണമുണ്ടാവും, ദോഷം ഉണ്ടാവും. ചില ആളുകൾ സമ്പത്തുകൾ നടക്കും. അതുകൊണ്ടാണ് മഹാൻ നമ്മളോട് പറഞ്ഞത്, ഇദാമാ കുന്ത ദാ ഖൽബിൻ കനൂഇൻ ഫഅൻത വമാലികു ദുനിയാ സവാഉ. നിന്റെ മനസ്സിൽ ഒരു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നീയും ദുന്യാവിന്റെ ഉടമയും ഒരുപോലെ. നിങ്ങളെ മനസ്സിൽ സമാധാനം ഉണ്ടെങ്കിൽ നിൽക്കുന്ന സ്ഥലം ശരിയാണ്, പഠിച്ചോനെ ഞാൻ ചെയ്തൊക്കെ ശരിയാണ്, എനിക്ക് പഠിച്ചോ വല്ല പരീക്ഷ തന്നെ പരലോകത്ത് കൂലി തരാനാ എന്നൊരു യക്കീനോടൊപ്പം കനാത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ വലിയ കാലിൽ നടക്കണ മൂല്യരും നിങ്ങളും കണക്കന്നെയാണ്. ഒരു ബേജാറോ വേണ്ട, ഒരു ബേജാറുകളാവണ്ട. അതാണ് ഏത് ദുന്യാവിന്റെ ഉടമയാണെങ്കിലും നിങ്ങളും ഒരുപോലെ. പരലോകമാണ് നോക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തെരുമാറാവട്ടെ. വേറൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ദുന്യാവിന്റെ വിഷയത്തിലേക്ക് ചിന്തയെ കൊടുക്കേണ്ട മഹാന്മാരൊന്നും ദുന്യാവിനെ കുറിച്ച് ചിന്തിച്ചവരല്ല. ഒരു വിഷമം ദുന്യാവിൽ പഠിച്ചോ നമുക്കെന്നാ നാളെ പഠിച്ചോ എന്നെ ഗുണം ചെയ്യുന്ന വിശ്വസിച്ചാൽ മതി. ഈ ദുന്യാവിൽ ആരൊക്കെ പരീക്ഷണം നേരിട്ട് അവർക്കൊക്കെ പരലോകത്തെ പഠിച്ച പൗന്നത്തെ കൊടുത്തിട്ടേ ഇവിടുന്ന് ഒരു വിഷമം പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പൊറുതികേട് കാണിക്കും. പടച്ചറപ്പ് നാളെ പരലോകത്തിന് ഗുണം തരുന്ന വിശ്വസിക്കണം. അവനാണ് മുഅ്മിൻ, അതാണ് ഈമാൻ. ദുന്യാവിന്റെ പളപ്പളപ്പ് കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു തരുന്നൊരു സ്വഭാവമല്ല. ദുന്യാവിന് വേണ്ടി മോഹിച്ച് നമ്മൾ പടച്ചവനോട് തേടിയിട്ടും കാര്യമില്ല. നമ്മൾ കയ്യ് പൊന്തിക്കുമ്പോൾ പോലും അതിൽ ഇഖ്ലാസ് വേണം. പടച്ചവനെ നന്മ തരണം. എന്തിന്? ദുന്യാവിന് വേണ്ടി മാത്രമല്ല. ഇവിടെ ദുന്യാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും, അതിനുവേണ്ടി മാത്രം സമൂഹത്തെ ഉപയോഗപ്പെടുന്നവരുണ്ടാകും. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെടാതെ യഥാർത്ഥ സമത്വ കേരള ജമിയത്തുലമയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉഖ്റവിയായ പണ്ഡിതന്മാർ എവിടെ നിന്നോ അവിടെ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ട് അതിന്റെ മദ്രസയും പള്ളിയും നമ്മുടെ കുട്ടികളെ നന്നാക്കാൻ ഉപകരിക്കുന്ന സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം. കാലം ദുഷിച്ചുകൊണ്ടിരിക്കുന്നു, മക്കൾ വളരെ വൃത്തികേടിലേക്ക് പോവാൻ. ദുന്യാവിൽ പടച്ചറബിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന മക്കളായി നമ്മളെ മക്കൾ മാറിയ പടച്ചറബ് അത്ര വലിയൊരു പരിസരം മറ്റൊന്നും നമുക്ക് നൽകാനില്ല. നമ്മളെ മക്കളെ പടച്ചറബ് നന്നാക്കി തെരുമാറാവട്ടെ. മക്കളെ നന്നാക്കാൻ ഏറ്റവും നല്ല മാർഗം മദ്രസയിൽ വിദ്യാഭ്യാസം കൊടുക്കണം. സ്കൂൾ തുറക്കുന്ന സമയമാണ്. മദ്രസന്റെ വാർഷികം നടത്തിയാൽ പോരാ, നമ്മുടെ ഓരോ കുട്ടിയെയും മദ്രസയിൽ ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവും. മതപഠനം കുട്ടികൾക്ക് തടഞ്ഞാൽ, ഈ മുഅല്ലിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന തർബിയത്ത് നിന്നാൽ പിന്നെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടൂല. ആ മക്കൾ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നവരാവില്ല. അതുകൊണ്ട് നന്മ നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുവരാൻ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ സംവിധാനത്തെ എന്ത് ഊർജം കൊടുത്ത് നിലനിർത്താൻ നിങ്ങളൊക്കെ തയ്യാറാവണം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ശാരീരികമായ പ്രയാസമുണ്ട്, മറ്റൊരു പരിപാടി കഴിഞ്ഞു വരുന്നു, 11 മണിയാവുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മജ്ലിസ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബറക്കത്ത് ചെയ്ത നല്ലതിനു വേണ്ടി, ദീനിനു വേണ്ടി ഒരുമിച്ച് കൂടിയ മജ്ലിസ്. ആ നല്ല മജ്ലിസിൽ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ശരി, സമത്വ കേരള ജമിയത്തുലമയെ കുറിച്ചും അതിന്റെ നേതാക്കളെ കുറിച്ചും പഠിച്ച് തർക്കങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. നമ്മുടെ കാരണവന്മാർ പഠിച്ച സിലബസും അതിന്റെ വിദ്യാഭ്യാസ ബോർഡും അവിടെയുണ്ട്. നമുക്ക് പൂർവികർ കാണിച്ചൊരു മാതൃകയുണ്ട്. ആ മാതൃകയിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്.